ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ജോ റൂട്ട് തന്റെ കരിയറിലെ സുവർണ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫിയിലെ നിർണായകമായ 4ാം ടെസ്റ്റിൽ നേടിയ സെഞ്ചുറി അദ്ദേഹത്തിന്റെ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ എക്കാലത്തെ മികച്ച റൺവേട്ടക്കാരിൽ ഒരാളാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ സെഞ്ചുറി നേട്ടത്തോടെ റെക്കോർഡുകൾ പലതും റൂട്ടിന്റെ പേരിലായി. എന്നാൽ ഇതിനെല്ലാം അപ്പുറം ക്രിക്കറ്റ് ലോകത്ത് ഇപ്പോൾ ചൂടേറിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയത് മുൻ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ മൈക്കിൾ വോൺ ജോ റൂട്ടിനെ കുറിച്ച് നടത്തിയ ഒരു പ്രവചനമാണ്. സച്ചിൻ ടെണ്ടുൽക്കറുടെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന റൺവേട്ട എന്ന റെക്കോർഡ് ജോ റൂട്ട് തകർക്കുമെന്നായിരുന്നു വോണിന്റെ പ്രവചനം. തന്റെ കരിയറിലെ 38ാമത്തെ ടെസ്റ്റ് സെഞ്ചുറിയാണ് റൂട്ട് ഇംഗ്ലണ്ടിനായി നേടിയത്. ഈ നേട്ടത്തോടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയവരുടെ പട്ടികയിൽ അദ്ദേഹം 2ാം സ്ഥാനത്തേക്ക് ഉയരുകയും ചെയ്തു. റിക്കി പോണ്ടിംഗ്, ജാക്ക് കാലിസ്, രാഹുൽ ദ്രാവിഡ് തുടങ്ങിയ ഇതിഹാസ താരങ്ങളെയാണ് റൂട്ട് ഈ നേട്ടത്തോടെ പിന്നിലാക്കിയത്. 157 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് 13,409 റൺസാണ് റൂട്ടിന്റെ ഇപ്പോഴത്തെ സമ്പാദ്യം. ഈ പ്രകടനത്തോടെ ടെസ്റ്റ് ക്രിക്കറ്റിലെ റൺവേട്ടക്കാരിൽ 1ാം സ്ഥാനത്തുള്ള സച്ചിൻ ടെണ്ടുൽക്കറുടെ 15,921 റൺസ് എന്ന റെക്കോർഡിംഗ് വെറും 2,500 റൺസ് മാത്രം അകലെയാണ് റൂട്ട്. ഇത് ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിൽ വലിയ പ്രതീക്ഷയും കൗതുകവുമാണ് നിറച്ചിരിക്കുന്നത്. നിലവിലെ റൂട്ടിന്റെ ഫോമും ഫിറ്റ്നസും പരിഗണിക്കുമ്പോൾ സച്ചിന്റെ റെക്കോർഡ് തകർക്കുക എന്നത് അസാധ്യമല്ലെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. കൂടാതെ ഇന്ത്യക്കെതിരെ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരമെന്ന സ്റ്റീവ് സ്മിത്തിന്റെ റെക്കോർഡും ജോ റൂട്ട് ഈ മത്സരത്തിലൂടെ തകർത്തു. ഇന്ത്യക്കെതിരായ ഒരു ഇംഗ്ലീഷ് ബാറ്റ്സ്മാന്റെ 12ാമത്തെ സെഞ്ചുറിയാണിത്. ഇത്തരം വ്യക്തിഗത നേട്ടങ്ങൾ റൂട്ടിന്റെ കരിയറിലെ മികച്ച പ്രകടനങ്ങൾ അടിവരയിടുന്നതാണ്. ജോ റൂട്ടിന്റെ ഈ മിന്നും പ്രകടനത്തിന് ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികളിൽ നിന്നും സഹതാരങ്ങളിൽ നിന്നും ആശംസകൾ പ്രവഹിച്ചു.